ചില വാർത്തകൾ കാണുമ്പോൾ, ചില വാർത്തകൾ വായിക്കുമ്പോൾ ചിരിക്കണോ കരയണോ എന്ന് തോന്നാറുണ്ട്. അത്തരമൊരു വാർത്തയാണ് നിങ്ങൾ എല്ലാവരും അറിഞ്ഞു കാണും. പത്മജയെ പ്രചരണത്തിന് വേണ്ടെന്ന് സുരേഷ് ഗോപി. പത്മജ പ്രചരണം നടത്തിയാൽ ആ ഭാഗത്തെ വോട്ടെല്ലാം മുരളീധരന് പോകുമെന്ന് സുരേഷ് ഗോപി. അതുകൊണ്ട് പത്മജയെ തൃശ്ശൂർ ഇലക്ഷനിൽ സജീവ സാന്നിധ്യമാക്കി മാറ്റരുതെന്ന് സുരേഷ് ഗോപി ആവശ്യപ്പെട്ടിരിക്കുന്നു കേന്ദ്ര നേതൃത്വത്തോട്. പത്മജയെ ഇതിലും പകരം ഒരു അപമാനമുണ്ടോ നിങ്ങൾക്ക്? ഇതിനും പകരം ഒരു അപമാനം സഹിക്കേണ്ടി വരുന്ന സാഹചര്യം ഉണ്ടാക്കിയത് നിങ്ങളല്ലേ? സുരേഷ് ഗോപി തെക്ക് വടക്ക് നടക്കുകയാണ് തൃശ്ശൂരിൽ. വായിൽ നിന്നും നൊരയും പതയൊക്കെ ഇളവി എന്നിട്ട് നടക്കുകയാണ്. ജീവിതത്തിൽ നടന്നിട്ടില്ല, എങ്കിലും നടക്കുകയാണ്. അങ്ങനെ നടന്നു പോകുന്നിടത്തെല്ലാം സുരേഷ് ഗോപിക്ക് നല്ല പണി കിട്ടുന്നു. തൃശ്ശൂർ മാർക്കറ്റിലെത്തിയപ്പോൾ തൃശ്ശൂർ മാർക്കറ്റിലെ തൊഴിലാളികൾ സുരേഷ് ഗോപി ഇട്ടങ്ങ് അലക്കി. ഈ വാഷിംഗ് മെഷീനിട്ട് അലക്കുന്നത് പോലെയാണ് അലക്കിയത്. ഉടൻ സുരേഷ് ഗോപി പതുക്കെ അങ്ങ് ഊരി. വേറൊരിടത്ത് പോയി ഒരു കുഞ്ഞ് സുരേഷ് ഗോപിക്ക് ചുംബനം നൽകാൻ ശ്രമിച്ചു. BJP അനുഭാവിയുടെ കുഞ്ഞാണേ. സുരേഷ് ഗോപി ആ ചുംബനം സ്വീകരിച്ചില്ല. കാരണം കൊച്ചിൻ്റെ ചുംബനം സ്വീകരിച്ചാൽ ഇൻഫെക്ഷൻ വന്നാലോ. അയ്യോ, എന്തൊരു സ്ഥാനാർത്ഥിയാകണമെങ്കിൽ ഇങ്ങനെ വേണം. നാടകം കളിക്കണം. നാടകത്തിൻ്റെ സൂത്രധാരനായിക്കൊണ്ട് നാടകം മുന്നോട്ട് കൊണ്ടുപോകണം. എന്തായാലും പത്മജ BJPയിൽ ചേർന്നത് സുരേഷ് ഗോപിക്ക് അത്ര ഇഷ്ടപ്പെട്ടിട്ടില്ല. സംസ്ഥാന അധ്യക്ഷൻ K. സുരേന്ദ്രന് ഒട്ടും ഇഷ്ടപ്പെട്ടിട്ടില്ല. പത്മജയെ ചാലക്കുടിയിൽ നിർത്താൻ വേണ്ടിയുള്ള ശ്രമമൊക്കെ BJP തുടങ്ങിക്കഴിഞ്ഞു. ചാലക്കുടിയിൽ നിൽക്കുമോ നിൽക്കില്ലേ എന്നറിയില്ല. എന്നാലും 3-ാം സ്ഥാനം പോകും. കെട്ടിവെച്ച കാശ് കിട്ടുമെന്നുള്ള സംശയമുണ്ട്. കാരണം പത്മജ വേണുഗോപാലിന് അത്ര എരണമാണ്. എവിടെ നിന്നാലും ഏത് സുരക്ഷിത മണ്ഡലത്തിൽ നിന്നാലും പത്മജ വേണുഗോപാൽ തോറ്റു. അത് പത്മജ വേണുഗോപാലിൻ്റെ കുറ്റമല്ല, അത് ഈ വിധിയാണ്. അത് ഈ തലയ്ക്ക് മേൽ കൊത്തിവെച്ച വിധിയാണ്. അതൊക്കെയാണ് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത്. സുരേഷ് ഗോപി പറയുന്നു പത്മജ വേണുഗോപാലിൻ്റെ സഹായം തനിക്ക് വേണ്ടെന്ന്. പത്മജ വേണുഗോപാലിൻ്റെ സഹായം തനിക്ക് ലഭിച്ചു കഴിഞ്ഞാൽ ഉള്ള ഓട്ടം കൂടി പോകുമെന്ന്. അതുകൊണ്ട് തന്നെ തൃശ്ശൂരിൽ പത്മജ പ്രചരണത്തിന് ഇറങ്ങില്ല. തൃശ്ശൂരിൽ പ്രചരണത്തിനിറങ്ങി തൻ്റെ ആജന്മശത്രുവായ സഹോദരൻ മുരളീധരനെ തോൽപ്പിക്കാൻ കാത്തിരിക്കുകയായിരുന്നു പത്മജ വേണുഗോപാൽ. മുരളീധരനെ അറ്റാക്ക് ചെയ്തുകൊണ്ട് പത്മജ വേണുഗോപാൽ സംസാരിച്ചാൽ അത് BJPക്ക് വലിയ ഗുണകരമാകുമെന്ന് BJPയിലെ മണ്ടന്മാരായ സംസ്ഥാന നേതൃത്വവും വിചാരിച്ചു. പക്ഷേ സുരേഷ് ഗോപി ഇക്കാര്യത്തിൽ ബുദ്ധി കാണിച്ചു. കാരണം പത്മജ എവിടെ പ്രസംഗിച്ചാലും 10 വോട്ട് കുറയും, 10 വോട്ട് അപ്പുറത്ത് പോകും. അതുകൊണ്ട് സുരേഷ് ഗോപി പറയുന്നു പത്മജ വേണുഗോപാൽ തനിക്ക് വേണ്ടി ദയവ് ചെയ്ത് പ്രചരണത്തിന് ഇറങ്ങരുത്. അങ്ങനെ ജീവിച്ച് വയ്ക്കോട്ടെ, എങ്ങനെയെങ്കിലും ഞാൻ ജയിച്ച് വയ്ക്കോട്ടെ. ഇതൊക്കെയാണ് സുരേഷ് ഗോപി പറയുന്നത്. സുരേഷ് ഗോപിയുടെ പറച്ചിലോടുകൂടി ഒരു കാര്യം വ്യക്തമായി. ഈ പത്മജയുടെ വരവിൽ BJPയിൽ തമ്മിൽ തല്ല് രൂക്ഷമാവുകയാണ്. BJP തമ്മിൽ തല്ലുകയാണ്. സുരേഷ് ഗോപി പാവം 5 വർഷമായി തൃശ്ശൂരിലുണ്ടായിരുന്നു. 5 വർഷമായി തൃശ്ശൂർ മാർക്കറ്റ് നവീകരിക്കുമെന്ന് പറയുന്നു. നവീകരിച്ചില്ല. ഇനി ഞാൻ MP ആയ ശേഷം നവീകരിക്കാമെന്നാണ് പറയുന്നത്. അവിടെ ഒരു ബാത്റൂം പോലും ഇല്ല. അവിടുത്തെ ബാത്റൂമിലൊരുക്കം ഞാൻ കയറി. എൻ്റെ ദൈവമേ, സാംക്രമിക രോഗം പിടിപെടാത്തത് എൻ്റെ ഭാഗ്യം. എന്തായാലും ബാത്റൂമിൽ കയറിയ ഞാൻ ആ ബാത്റൂമിൻ്റെ അവസ്ഥ കണ്ട് ഞെട്ടിപ്പോയി. അതിനെ ഹൈടെക് ബാത്റൂമാക്കുക എന്നാണ് സുരേഷ് ഗോപി പറയുന്നത്. MP ആയി കഴിഞ്ഞാൽ ഇയാൾ MP ആയി കഴിഞ്ഞാൽ എന്തും ചെയ്തോ? ഇയാൾ MP ആവണ്ടേ? ഇയാൾ ചുമ്മാ വാഗ്ദാനം കൊടുത്താൽ മതിയോ തൃശ്ശൂരിലെ ജനങ്ങൾക്ക്? തൃശ്ശൂരിലെ മാർക്കറ്റിൽ ചെന്ന് വാഗ്ദാനം കൊടുത്താൽ ഇയാൾക്ക് എന്തെങ്കിലും പുണ്ണാക്ക് കിട്ടുമോ? ഇയാൾ MP ആകട്ടെ. MP ആയി കഴിഞ്ഞാൽ ഉണ്ടാക്കി തരാമെന്ന് പറഞ്ഞാൽ അതെന്തോന്നത്? ഇയാളെ കയ്യിൽ ഇഷ്ടംപോലെ പണമുണ്ട്. പല നിർമ്മാതാക്കളെയും എന്താ പറയുക, ആ വഞ്ചിച്ച കഥയൊന്നും ഞാൻ പറയുന്നില്ല. അത് പറയാനുള്ള അവസരവുമല്ല, ആ പറയാനുള്ള വേദിയുമല്ല പൊളിറ്റിക്സ് കേരള. ഇയാൾ അവിടെ ചെന്ന് ബാത്റൂം ഉണ്ടാക്കും. ഞാൻ MP ആയി കഴിഞ്ഞാൽ അവിടെ സ്വർഗമാക്കും. അവിടെ വേണമെങ്കിൽ റോഡ് സ്വർണം കൊണ്ട് ഞാൻ ഇട്ട് തരും.
എന്നൊക്കെ പറഞ്ഞ് നടക്കുന്ന സുരേഷ് ഗോപിയെ പറ്റി സഹതാപമേ ഉള്ളൂ. പക്ഷേ സുരേഷ് ഗോപി ഒരു കാര്യം ശക്തമായി പറഞ്ഞിരിക്കുന്നു. അതിൽ സുരേഷ് ഗോപിക്ക് കയ്യടി കൊടുക്കുക വയ്യ. പത്മജ വേണുഗോപാൽ തൻ്റെ പ്രചരണത്തിന് വേണ്ട. പ്രചരണത്തിന് ഇറങ്ങിയാൽ അത് നെഗറ്റീവ് ഫലം ഉണ്ടാക്കും. അത് നെഗറ്റീവായി മാറും. അത് തിരിച്ചടിയായി മാറും. താനവിടെ തോറ്റുപോകും എന്നുള്ളത് ഉറപ്പല്ലേ സുരേഷ് ഗോപി? എന്നാലും പത്മജ വേണുഗോപാലിനെ ഇങ്ങനെ തേക്കണമായിരുന്നു. ബി ജെ പിയിലെത്തി എന്തൊക്കെ ബഹളങ്ങളായിരുന്നു പത്മജ വേണുഗോപാൽ കാണിച്ചത്. രാജ്യസഭാ അംഗത്വം ലഭിക്കും, ചാലക്കുടിയിൽ മത്സരിക്കാൻ പത്മജ വേണുഗോപാൽ എന്ന വിഡ്ഢിയായ സ്ത്രീയല്ലാതെ വേറെ ആരും ശ്രമിക്കില്ല. ചാലക്കുടിയിൽ ഇടത് വലത് വശങ്ങൾ മാറി മാറി ജയിക്കുന്ന മണ്ഡലമാണ്. അതുകൊണ്ട് അതൊന്നും നടക്കില്ല. പിന്നെ ഗവർണറാവുക എന്നുള്ളത് അത് എവിടെയാണ്? അത് ഇവിടെ കൊണ്ട് ഇടും പത്മജ. ഈ ബി ജെ പി പത്മജ ഗവർണറൊക്കെ എവിടെ കൊണ്ട് ഇടും? അതാണ് ഒരു ചോദ്യം. എന്തായാലും സുരേഷ് ഗോപി ഇപ്പോൾ പച്ചയ്ക്ക് തന്നെ പറഞ്ഞിരിക്കുന്നു, ഇങ്ങോട്ടൊന്നും പ്രചരണത്തിനൊന്നും വരണ്ട. ഇവിടെ പ്രചരണത്തിന് വന്നു കഴിഞ്ഞാൽ അവിടെ 10 വോട്ട് കുറയും. എവിടെ പ്രചരണം നടത്തുന്നോ അവിടെ 10 വോട്ട് കുറയും. താൻ തോറ്റു പോകും. എന്തായാലും പത്മജ വേണുഗോപാലിനെ തുരത്തി ഓടിച്ചിരിക്കുന്നു തൃശ്ശൂരിൽ നിന്നും സുരേഷ് ഗോപി.